നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിൽ വീണ്ടും ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. വിദേശത്തു നിന്നെത്തിയ 23 പേർ ഉൾപ്പെടെ 204 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 51 വയസ്സുള്ള ആളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ മരണസംഖ്യ 224 ഉയർന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ 7485 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. നിലവിൽ 2801 പേരാണ് കോവിഡ് പോസിറ്റീവുകാർ. 51 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. 188 പേർ കൂടി സുഖം പ്രാപിച്ചതോടെ രോഗമുക്തരുടെ പട്ടിക 1,26,406 ഉയർന്നു. 8,77,342 പേരെയാണ് ഇതുവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇവരിൽ 1,29,431 പേർക്കാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ഒമാനിൽ 30 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 1657 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. വാരാന്ത്യ ദിനങ്ങളായ വെള്ളി, ശനി ദിവസങ്ങളിലെ കൂടി കണക്കുകൾ ഒരുമിച്ചാണ് ഇന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത്. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 1,09,983 ഉയർന്നു. ആകെ 1,201 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. ഇതുവരെ 95,624 പേർ രോഗമുക്തരായിട്ടുണ്ട്. രാജ്യത്തെ രോഗമുക്തി നിരക്ക് ഇപ്പോൾ 86.9% കുറഞ്ഞു. മലയാളി യുവാവിനെ മസ്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശി സൽമാനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രായം 28. ജോലിസ്ഥലത്ത് എത്താതിരുന്നതിനെ തുടർന്ന് ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരിച്ചിരുന്നില്ല. തുടർന്ന് താമസ സ്ഥലത്ത് എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിവാഹിതനാണ്. മാതാവ് നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി സൗദി അറേബ്യയിൽ മരിച്ചു. കായംകുളം പുതുപ്പള്ളി സ്വദേശി വേലശ്ശേരിത്തറയിൽ ഗോപാലൻ രാധാകൃഷ്ണൻ ഹഫർ അൽബാത്വിനിയിലാണ് മരിച്ചത്. 2 ആഴ്ചയായി ഹഫറിലെ കിങ് ഖാലിദ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവധിക്ക് നാട്ടിൽ പോകാൻ തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്താണ് അസുഖബാധിതനായ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. ശനിയാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത്. 29 വർഷമായി ഹഫറിൽ തയ്യൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. ഉംറ തീർത്ഥാടനത്തിന്റെ 2ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം കുറിച്ചു. 1ാം ഘട്ടത്തിൽ പ്രതിദിനം 6000 പേർ എന്നത് ഇന്നു മുതൽ 1500 ഉയർന്നു. കോവിഡിനെ തുടർന്ന് പുറത്തുനിന്നുള്ളവർക്ക് നിർത്തിവെച്ചിരുന്ന നമസ്കാരവും ഇന്നു മുതൽ പുനരാരംഭിച്ചു. പ്രതിദിനം 40,000 പേർ നമസ്കാരത്തിനായി ഹറമിൽ എത്തും. 14 ദിവസം നീളുന്ന 2ാം ഘട്ടത്തിൽ 2,20,000 പേർ ഉംറ തീർത്ഥാടനം നിർവഹിക്കും. 5,60,000 പേർ നമസ്കാരത്തിനായും മസ്ജിദുൽ ഹറമിൽ എത്തും. കോവിഡ് മൂലം നിർത്തിവെച്ച ഉംറ തീർത്ഥാടനം ഒക്ടോബർ 4-നാണ് പുനരാരംഭിച്ചത്. ആദ്യഘട്ടമായി പ്രതിദിനം 6000 തീർത്ഥാടകരെ മാത്രമാണ് അനുവദിച്ചിരുന്നത്. സൗദിയിൽ നിന്നും ഫൈനൽ എക്സിറ്റ് നേടി പോകുന്നവരുടെ കാലാവധി ഈ മാസം 31 വരെ നീട്ടി നൽകാൻ ഭരണാധികാരി സൽമാൻ രാജാവ് നിർദ്ദേശം നൽകി. ഓൺലൈൻ വഴിയാണ് വിസ നീട്ടി നൽകുന്നത്. ഫീസ് ഈടാക്കാതെയാണ് എക്സിറ്റ് വിസ നീട്ടി നൽകുന്നത്. നേരത്തെ ഫൈനൽ എക്സിറ്റ് കരസ്ഥമാക്കുകയും എന്നാൽ കാലാവധിക്കുള്ളിൽ അവധിയിൽ നിന്നും തിരികെ പോകുവാൻ സാധിക്കാതിരിക്കുകയും ചെയ്തവർക്കാണ് എക്സിറ്റ് വിസ ഈ മാസം 31 വരെ നീട്ടി നൽകാൻ സൽമാൻ രാജാവ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുവൈറ്റിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവാസികളെ നിയമിക്കാനുള്ള അപേക്ഷകൾ നിരസിക്കും. ഇത്തരം അപേക്ഷകൾ സർക്കാർ വകുപ്പുകൾ മുന്നോട്ട് വച്ചാലും അംഗീകരിക്കില്ലെന്നാണ് കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചത്. കുവൈറ്റ് ഇപ്പോൾ ശക്തമായ സ്വദേശവൽക്കരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ചില പ്രവാസി ജീവനക്കാരുടെ കരാർ അവസാനിപ്പിച്ച ശേഷം ഇവരെ പ്രത്യേക കരാറുണ്ടാക്കി വീണ്ടും നിയമിക്കാൻ അപേക്ഷ നൽകിയതായുള്ള റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു കമ്മീഷൻ. ഖത്തറിൽ കോവിഡ് ഹോം ക്വാറന്റൈൻ ലംഘിച്ചതിന് അധികൃതർ 3 പേരെ അറസ്റ്റ് ചെയ്തു. ആരോഗ്യ മന്ത്രാലയം നിഷ്കർഷിച്ച നിർദ്ദേശങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 3 തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറി. സ്തനാർബുദ ബോധവൽക്കരണ മാസാചരണത്തിന്റെ ഭാഗമായി ഖത്തർ ആകാശത്ത് റിബൺ രൂപം വരച്ച് ഖത്തർ എയർവേസ് വിമാനം ശ്രദ്ധ നേടി. ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ സ്തനാർബുദ ബോധവൽക്കരണ മാസാചരണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഖത്തർ എയർവേസിന്റെ തിങ്ക് പിങ്ക് ഫ്ലൈറ്റ് QR9901 നമ്പറിലുള്ള ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ആകാശത്ത് ബോധവൽക്കരണ റിബൺ മാതൃകയിൽ പറന്നത്. വിമാന നീക്കങ്ങൾ കൃത്യസമയം നിരീക്ഷിക്കുന്ന ഫ്ലൈറ്റ് റഡാർ റിബൺ മാതൃകയിൽ ഖത്തർ എയർവേസ് വിമാനം പറന്നത് ചിത്രം സഹിതം ട്വീറ്റ് ചെയ്യുകയുണ്ടായി. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ കഴിഞ്ഞ 4 മാസത്തിനിടെ 21,000 കോവിഡ് സുരക്ഷാ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ഷാർജ പോലീസ് വ്യക്തമാക്കി. എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷാർജ പോലീസിലെ ലേബർ അക്കോമഡേഷൻ ഇൻസ്പെക്ഷൻ കമ്മിറ്റി നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ പിടികൂടിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.